മായാജാലം കൊണ്ട് ആളുകളെ മയക്കിയിരുന്ന ഒരു കാലത്ത് മോജിസത്തിൻ്റെ വടിയുമായി എത്തിയൊരു പ്രവാചകൻ്റെ കഥ. ദ സ്റ്റോറി ഓഫ് മൂസ അലൈഹിസ്സലാം. സ്വേച്ഛാധിപതിയായ ഫിറോനിൽ നിന്നും ഇസ്രായേൽ സന്തതികളെ രക്ഷപ്പെടുത്തിയ മൂസ നബി അലൈഹിസ്സലാം ഒടുവിൽ എത്തിച്ചേർന്നത് വിശാലമായ ഒരു കടൽ തീരത്തായിരുന്നു. മുന്നിൽ ആർത്തലക്കുന്ന ചെങ്കടൽ, പിന്നിലാണെങ്കിൽ പ്രതികാരദാഹികളായ ഫിറോനും സൈന്യവും. ചുരുക്കി പറഞ്ഞാൽ ചെകുത്താനും കടലിന് നടുവിൽപ്പെട്ട അവസ്ഥ. എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ പ്രതീക്ഷയോടെ മൂസാ നബിയിലേക്ക് നോക്കി നിന്നു. ജാലവിദ്യയാൽ പേരുകേട്ട ആ സമൂഹത്തെ ഒന്നടങ്കം കാഴ്ചക്കാരാക്കിക്കൊണ്ട് മൂസാ നബിയിലൂടെ പടച്ചവൻ ആ ദൃശ്യവിസ്മയം പുറത്തിറക്കി. ഫഔഹൈനാ ഇലാ മൂസ അൻ ളരിബ് ബിഅസാക്കൽ ബഹർ. പടച്ചവനാണല്ലോ പറഞ്ഞത്. മൂസാ നബി മറിച്ചൊന്നും ചിന്തിച്ചില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് ചെങ്കടലിൽ അടിച്ചു. ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. ജനങ്ങൾ നോക്കി നിൽക്കെ ചെങ്കടൽ രണ്ടായി പിളർന്നിരിക്കുന്നു. രണ്ടു വശങ്ങളിലും ഉയർന്നു നിൽക്കുന്ന തിരമാലകൾക്ക് നടുവിൽ വിശാലമായ ഒരു വഴിയും രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണതെന്ന് മനസ്സിലാക്കിയ ബനൂ ഇസ്രായേലികൾ ചെങ്കടൽ കടന്ന് രക്ഷപ്പെടുകയും ഒടുവിൽ ഫിറോനാവട്ടെ ജീവിതം മുഴുവൻ ജാലവിദ്യകൾ കണ്ട് രസിക്കുകയും അവസാനം പടച്ചോൻ തീർത്ത ഈ ഒരു ചെറിയ വിസ്മയത്തിന് മുമ്പിൽ ഇല്ലാതാവുകയും ചെയ്തു.